തൃശൂർ മണ്ഡലത്തിൽ കണ്ടെത്തിയ 9 വ്യാജ വോട്ടർമാരിൽ 3 പേർ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ളവരാണെന്ന് മീഡിയ വൺ കണ്ടെത്തി. ഇവരിൽ ബിജെപിയുടെ പ്രാദേശിക നേതാവുമുണ്ട്. ആലത്തൂരിലെ വേലൂർ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരാണ് 3 പേരും. മീഡിയ വൺ അന്വേഷണം. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റിലെ 4C ഫ്ളാറ്റിലെ ഉടമ അറിയാതെ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടത് 9 പേരാണ്. അവരാരൊക്കെയാണെന്നാണ് മീഡിയ വൺ അന്വേഷിച്ചത്. ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വേലൂർ പഞ്ചായത്തിലാണ്. തൃശ്ശൂരിലെ പട്ടികയിലെ ഹരിദാസൻ എന്ന പേരുകാരൻ്റെ വീടാണിത്. ക്യാമറ പുറത്തുവെച്ച് ഞങ്ങളൊന്ന് അന്വേഷിച്ചു. ഹരിദാസ് ഏട്ടനുണ്ടോ? ഇല്ല അല്ലേ? ഇല്ലല്ലേ, ഞങ്ങൾ മൂപ്പരൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇവിടെ ഉണ്ടോ? എൻ്റെ പേര് ഷുക്കൂർ, മീഡിയ വൺ ചാനലിലാണ്. സ്ഥലത്തില്ലാത്ത ഹരിദാസനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഹരിദാസ് ഏട്ടാ, അത് മീഡിയ വൺ എന്നാണ്. നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ആ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് കണ്ടപ്പോഴേ അതൊന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. നമ്മൾ തൃശ്ശൂരിലെ 4C എന്ന് പറഞ്ഞ ആ പൂങ്കുന്നത്തെ ഫ്ലാറ്റിലെ അവർ വീട്ടുകാരറിയാണ്ട് ചേർത്ത 9 പേരിൽ ഒരാളുടെ പേര് നിങ്ങളെ പേരായിരുന്നു. അപ്പോൾ നിങ്ങളെങ്ങനെ അറിയാണ്ട് എങ്ങനെ വന്നു നിങ്ങൾക്ക് വല്ല അറിയുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അല്ല, ആ പേര് വന്നത് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല അല്ലേ? ഹരിദാസിൻ്റെ അമ്മ മുക്കിയമ്മയും താമസിക്കുന്നത് ഈ വീട്ടിലാണ്. ബന്ധു സൽജയും താമസിക്കുന്നത് വെങ്ങിലശ്ശേരിയിൽ തന്നെ. ഹരിദാസനും കുടുംബവും വേലൂർ വെങ്ങലശ്ശേരിയിലെ സ്ഥിരതാമസക്കാരും നാട്ടിൽ ജോലിയെടുത്ത് ജീവിക്കുന്നവരുമാണെന്ന് വാർഡ് മെമ്പർ CD സൈമൺ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആലത്തൂരിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഹരിദാസൻ അടക്കമുള്ള ഏതാനും BJP-കാരുടെ വോട്ടുകൾ വെട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. RSR ഹൈസ്കൂളിൽ 1-ാം ബൂത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഹരിദാസൻ, അതുപോലെ മൂകാമ്യമ്മ അമ്മ, രേവതി ഭാര്യ. ആള് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ഹിറ്റാച്ചി മേടിച്ച് അത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് ആ ലോക്സഭാ ഇലക്ഷനെ തൃശ്ശൂർ വോട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വെട്ടിക്കൊണ്ടേ വോട്ട് ചേർത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ BJP സ്ഥാനാർത്ഥിയായി ഹരിദാസൻ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് കൊള്ളയിൽ ഒരു ഗൂഢാലോചന ന്യായമായും സംശയിക്കാം. തൃശ്ശൂരിൽ നിന്നും MK ഷുക്കൂർ, മീഡിയ വൺ.